ശരിക്കും എൻ്റെ വില്ലൻ എന്ന് പറഞ്ഞാൽ ജി കെ തന്നെ ആയിരുന്നു. അപ്പോൾ അത് ഒരു സ്ട്രോങ് പോയിന്റ് ആക്കി എടുക്കുക അല്ലാതെ എനിക്ക് SSC ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നമ്മളൊരു എന്താ പറയുക, ഒരു മിഷന് വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു വാർ സോണിൽ ഒരു പട്ടാളക്കാർ എങ്ങനെയാണ് പോകുന്നത് അതേപോലെ ഒരു മിഷന് വേണ്ടിയിട്ട് ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു ഞങ്ങൾ ആ സമയത്ത്. മോക്ക് ടെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡെയിലി ഒരു മോക്ക് മസ്റ്റാണ്. നമുക്ക് വേറെ അങ്ങനെ ഒരു എന്താ പറയുക എക്സ്റ്റേണലായിട്ട് ഒരു റിസോഴ്സസിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് SSC മലയാളിൻ്റെ ക്വിസ് ഉണ്ടാവും രാത്രി 9 മണിക്ക്. അതിൽ തന്നെ നമുക്ക് എല്ലാ റിവിഷനും കഴിയും. SSC മലയാളി എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് ലൈഫ് ചേഞ്ചിങ് ആണ്. ഫ്രം മൈ ഹാർട്ട് ഞാനത് പറയും, വിത്ത് ഓൾ സിൻസിയറിറ്റി. ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളം. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ യൂട്യൂബിലൂടെ നമ്മളൊരു പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റിലായിട്ടുണ്ട്. അതിന് പകരമായിട്ടല്ല, അതിന് വേറൊരു സീരീസ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. റാങ്കിൻ്റെ കഥ എന്നാണ് ഈ സീരീസിൻ്റെ പേര്. ഒന്നുമില്ല, നമ്മുടെ SSC മലയാളി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഓഫ്ലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 2023 ഡിസംബർ ഇപ്പോൾ 1.5 വർഷത്തോളമായി. അതിൻ്റെ ആദ്യത്തെ റിസൾട്ടാണ് കഴിഞ്ഞ മാസം നമ്മുടെ SSC CGL റിസൾട്ട് വന്നു. ഒരുപാട് കുട്ടികൾ ക്വാളിഫൈ ആയിട്ടുണ്ട്. ഒരു 40-50ഓളം കുട്ടികൾ നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ പല കുട്ടികളിൽ നിന്നായിട്ട് ഒരുപാട് കുട്ടികൾ ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളിൽ പല കുട്ടികളായിട്ട് നിങ്ങളെ കൊടുത്ത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ റാങ്കിൻ്റെ കഥ എന്നുള്ള സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ കുട്ടികളുടെയൊക്കെ റാങ്കിൻ്റെ കഥ ഓരോ സീരീസിലായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സീരീസിൽ വരുന്ന ആളുകളും പറയുന്നതൊക്കെ അവരുടെ ഇൻഡിവിജ്വൽ സ്ട്രാറ്റജിയാണ്. അവർക്ക് വീക്ക് ഏരിയാസ് ഉണ്ടാവും, അവർക്ക് സ്ട്രോങ് ഏരിയാസ് ഉണ്ടാവും. അവർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി കാര്യങ്ങൾ, അവരുടെ കഥകളാണ് നമ്മൾ ഈ ഒരു സീരീസ് വഴി പറയുന്നത്. അപ്പോൾ അവരുടെ സ്ട്രാറ്റജീസ്, പല ആളുകളും പല അച്ചീവേഴ്സിൻ്റെയും സ്ട്രാറ്റജീസ് അതുപോലെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് എനിക്ക് അതുപോലെ നടക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ ഒരു സീരീസിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം, അതായത് എങ്ങനെയാണ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുന്ന കാര്യങ്ങൾ. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യം, നിങ്ങളെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാൾ നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരീസിൽ നിന്നും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളവർ നിങ്ങൾ റിജക്ട് ചെയ്യുക. കാരണം അച്ചീവേഴ്സിന്റെ വീക്ക് ഏരിയ ആയിരിക്കില്ല നിങ്ങളുടെ വീക്ക് ഏരിയ, അവരുടെ സ്ട്രോങ് ഏരിയ ആയിരിക്കില്ല നിങ്ങളുടെ സ്ട്രോങ് ഏരിയ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളത് ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ആദ്യം നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ബാച്ച് 1 അനേക് PP ആണ്. അനേക് കഴിഞ്ഞ CGL 2024 റാങ്ക് ലിസ്റ്റിൽ GST ഇൻസ്പെക്ടറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അനേക് വെൽക്കം. അപ്പോൾ അനേക്, എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, അനേക് ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി ആണെന്ന് തോന്നുന്നു റിസൾട്ട് വന്നു. ഒരു മാസത്തോളമായി DVയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ്, ഫിസിക്കലി കഴിഞ്ഞു. ഇനിയിപ്പോൾ റോസ്ഗാർ മേളയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോയിൻമെന്റ്. അപ്പോൾ ഒരു 1-2 മാസം മുമ്പ് വരെ ഒരു CGL ആസ്പിരന്റ് ആയിരുന്നു. ഇപ്പോൾ CGL റാങ്ക് ഹോൾഡർ ആണ്, അതായത് ജോലി ഉറപ്പാണ്. GST ഇൻസ്പെക്ടറായിട്ട് കിട്ടിയിട്ട് എന്താണ് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ വളരെ എന്താ പറയുക, വെരി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്. ഒരു മാസം മുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊരു അനിശ്ചിതാവസ്ഥയിലാണ്, അൺസർട്ടനിറ്റിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ റിസൾട്ട് എങ്ങനെ ആവും, റിസൾട്ട് ആൻസർ കീ മാറുമോ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്. DV കഴിഞ്ഞു, മെഡിക്കൽ കഴിഞ്ഞു, ഫിസിക്കൽ കഴിഞ്ഞു. പിന്നെ റിസൾട്ട് വന്ന ആ ദിവസം നല്ലൊരു കോമഡി ഇൻസിഡൻ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ഈവനിങ്ങിന് MTSൻ്റെ റിസൾട്ട് വന്ന് 6 മണിയാകുമ്പോൾ. അപ്പം ഞാൻ ക്വാളിഫൈഡ് MTS കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഒരു 50% ഞാൻ ഹാപ്പി ആയി, ഓൾറെഡി ഒരു ജോബായി എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ CGL റിസൾട്ട് അവർ ഗ്രൂപ്പിൽ ഇങ്ങനെ, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരാഴ്ച കഴിഞ്ഞാൽ വരും, ഇന്ന് വരും, നാളെ വരും എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ആ ദിവസങ്ങളൊന്നും വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ കാര്യം വിട്ടു. CGL റിസൾട്ട് വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതങ്ങ് വിട്ടു. അപ്പോൾ അന്ന് രാത്രി തന്നെ ഒരു 12 ഒരു മണിയാകുമ്പോൾ ഒരു കോൾ വന്നു, ശ്രീനന്ദ് VP കോളിങ്. അപ്പോൾ ഞാൻ അങ്ങനെ നീറ്റു, അങ്ങനെ കോളിങ്ങനെ എടുത്തു നോക്കിയപ്പോൾ ശ്രീനന്ദ് VP ഈ സമയത്ത് വിളിക്കാൻ രണ്ട് കാരണങ്ങളുണ്ടാവുള്ളൂ. ഒന്നുകിൽ പെട്രോൾ തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വണ്ടി പഞ്ചറായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ആയിക്കോ, ഇനിയിപ്പോൾ ഇവനെ വണ്ടി തള്ളി അവിടെ ഇതാക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട ഫോണങ്ങ് എടുത്തപ്പോഴാണ് കാര്യം പറയുന്നത്, എന്ത് ഈ റിസൾട്ട് വന്ന് വച്ചു, GST കിട്ടിയിട്ടുണ്ട്, ശ്രീനന്താണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഒരു ഷോക്കായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങ് തരുത്തങ്ങിരുന്ന്. പിന്നെ PDF എടുത്ത് നോക്കിയപ്പോൾ സാധാരണ ഒരു PDF അനേക് ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു കുറേ എൻട്രീസ് വരുമല്ലോ, അനേക് സിംഗ് ചൗഹാൻ, അനേക് ജിത്ത് സിംഗ്, അങ്ങനെയൊക്കെ ഒരുപാട് വരാൻ. ഇപ്പോൾ ടയർ 1 ഒക്കെ ഒരുപാട് എൻട്രീസ്, 27 എൻട്രീസ് ഒക്കെ അനേക് അടിക്കുമ്പോൾ തന്നെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അങ്ങനെ ഒന്നും വന്നില്ല. ഫസ്റ്റ് അനേക് അടിച്ചു, പിന്നെ അനേക് VP എൻ്റെ പേരിനാണ്. രാത്രി വീട്ടിലൊക്കെ പറഞ്ഞു? വീട്ടിൽ ഞാൻ അപ്പോൾ പറഞ്ഞില്ല, അവരൊക്കെ ഉറങ്ങിയായിരുന്നു. എന്നെ വിളിച്ചിരുത്തി പറഞ്ഞിട്ടുണ്ടല്ലോ വിചാരിച്ചു. ഞാൻ അനേക് VP ഇങ്ങനെ കണ്ടു, അതൊരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ടയർ 2 ഇതിൽ ഒരു സ്പെഷ്യൽ മൊമെന്റ് എന്നൊക്കെ വേണം പറയാം. അനേക് VP, അച്ഛൻ്റെ പേര് അജിത് കുമാർ VP, അമ്മൻ്റെ പേര് ഗിരിജായി. എപ്പോഴാണ് വീട്ടുകാരോട് പറഞ്ഞത്?
വീട്ടുകാരോട് ഇന്ന് ഒരു 2-3 ദിവസം മുന്നേ പറഞ്ഞു. ഡി വി എല്ലാം ഡി വി ഒക്കെ കഴിഞ്ഞ് ഞാനൊരു ഏകദേശം ഒരു അപ്പോയിന്റ്മെന്റ് ആവാനുള്ളൊരു അതുവരെ പറയാതെ പിടിച്ചു നിന്നു. പിടിച്ചു നിന്നു. പക്ഷെ കുറെ പേര് അറിഞ്ഞു, അങ്ങനെ അവര് അങ്ങനെ ഇതായി പോയതാ. ഞാൻ ആക്ച്വലി പോസ്റ്റൽ വഴി വരുന്നത് വരെ തടയാന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ ഞാൻ തന്നെ സർപ്രൈസ് കൊടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ അറിഞ്ഞു അങ്ങനെ. ഓക്കെ. അപ്പോ അനേക ഇപ്പൊ ഏതാ റാങ്ക് എത്രയായിരുന്നു? റാങ്ക് 3290 അല്ലേ? അപ്പൊ അനേകിന്റെ ഈ ഒരു SSC പ്രിപ്പറേഷൻ ജേണി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ SSC എന്ന് പറഞ്ഞൊരു എക്സാമിനെ പറ്റി പൊതുവെ കേരളത്തിൽ അവയർനെസ് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണവും കേരളത്തിൽ നിന്ന് കുറവാണ്. പക്ഷെ അനേക എങ്ങനെയാണ് ഈ ഒരു SSC എന്ന് പറഞ്ഞ ഫീൽഡിൽ എത്തിപ്പെട്ടത്? മെയിൻ ആയിട്ട് SSC എന്ന ഫീൽഡിൽ എത്തിപ്പെട്ടത്, ഞാൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. 18 എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആയത്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് നിന്നായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലാതെ വേറൊരു ഫീൽഡും എനിക്ക് അന്ന് എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നു. അപ്പോൾ എക്സാം പാസ് ഔട്ടായി. ഞാൻ അന്ന് തന്നെ ഒരു ഏപ്രിൽ റിസൾട്ട് വന്നു. മെയ്യിൽ കഴിഞ്ഞ് ഞാൻ അഡ്മിഷൻ എടുത്തു ഡൽഹിയിൽ UPSC എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിന്. അപ്പോൾ അതിന് ഡൽഹിക്ക് വേണ്ടി പോയി. അവിടെ വിത്ത് ഗേറ്റ് കോച്ചിങ് ആണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ഒരു കൊല്ലം അവിടെ ആയിരുന്നു സ്പെൻഡ് ചെയ്തത്. പക്ഷെ നമ്മൾ വിചാരിച്ച ആ ഒരു സ്കോറും അച്ചീവ്മെൻ്റ് അവിടെ കിട്ടിയില്ല. ഗേറ്റിന് സ്കോറൊക്കെ ഉണ്ടായിരുന്നു, മീൻസ് MTech ഒക്കെ കിട്ടാനുള്ള സ്കോർ ഉണ്ട്. പക്ഷേ എനിക്ക് ജോബിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു താല്പര്യം. അങ്ങനെ അത് ഞാൻ പിന്നെ ഒരു കൊല്ലം കൂടെ ഞാൻ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്തു. അപ്പോഴും ഞാൻ വിചാരിച്ച ഒരു സ്കോർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സർവീസിൻ്റെ ആ ഒരു ഇതിലേക്ക് എനിക്ക് അങ്ങോട്ട് അക്വയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ കുറച്ച് ഡൗൺ ആയി, ലൈക്ക് കോൺഫിഡൻസ് ഒന്ന് കുറഞ്ഞു. പിന്നെ ഞാനൊരു വലിയ ബ്രേക്ക് എടുത്തു. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ SSCനെ കുറിച്ച് ശരിക്കും എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, വിഷ്ണു എന്ന് പറഞ്ഞ ഫ്രണ്ട് കോളേജിലുള്ള. അപ്പോൾ പുള്ളിക്കാരൻ്റെ കസിൻ AA അസിസ്റ്റന്റ് ഓഡിറ്റർ. അപ്പോൾ അന്ന് കോളേജിൽ വെച്ച് അവൻ്റെ കസിൻ്റെ കാര്യമൊക്കെ പറയുന്നു, അവർ ഈ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ SSC എന്താ പറയുക എനിക്ക് പറ്റിയൊരു ഫീൽഡാണ്. കാരണം എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ മാത്സിന് ഭയങ്കര പ്രയോറിറ്റി ഉണ്ട് ആ സമയം എന്ന് പറഞ്ഞാൽ മാത്സ് ചേഞ്ച് ആയിട്ട്. പക്ഷേ മാത്സും ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ചെയ്തത്, മാത്സും ഇംഗ്ലീഷും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഫീൽഡിലേക്ക് വരുന്നത്. മീൻസ് എനിക്ക് പറ്റിയൊരു എക്സാം ഇതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ SSC ഫീൽഡിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ബുക്കുകളൊക്കെ വാങ്ങി പഠിക്കാൻ തുടങ്ങി. 2021 ടയർ 1 ക്ലിയർ ചെയ്ത് ഈ പഴയ പാറ്റേണിൽ ടയർ 2 ടയർ 3 ഞാൻ എഴുതി. അന്ന് ടയർ 2 റിസൾട്ട് വരുന്നതിന് മുന്നേ ടയർ 3 എഴുതാം. ടയർ 3 എഴുതിയിട്ടാണ് രണ്ടിനും കൂടെ റിസൾട്ടാണ് വരിക. അത് കയറിയില്ല. പക്ഷേ ടയർ 2 ടയർ 3 എഴുതാൻ പറ്റി. അത് പിന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് 200 ക്വസ്റ്റ്യൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് വന്നു. പിന്നെ ഒരു ബ്രേക്ക് വന്നു. അത് മീൻസ് കുറച്ച് കോൺഫിഡൻസ് ഡൗൺ ആയി. പിന്നെ ഞാൻ റെസ്റ്റ് എടുത്തു. പിന്നെ കുറച്ച് എന്താ പറയുക, ഒരു അലസമായ ജീവിതമായിരുന്നു. ഒരു ലേസി മൈൻഡ് സെറ്റിലായി. കുറേ സീരീസൊക്കെ വാച്ച് ചെയ്യാൻ ഒരു ഡിസിപ്ലിൻ അല്ലാത്തൊരു ലൈഫിലേക്ക് പോയി. ഓക്കെ. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്ന സമയത്ത് 2023 ഒരു ഡിസംബർ ആ സമയത്താണ്. ഒരു ദിവസം അനേക്, ഞങ്ങളെല്ലാവരും മച്ചു എന്നാണ് വിളിക്കുന്നത്, അനേക് കാണാൻ വന്നതും അന്ന് ഭയങ്കര സങ്കടത്തോടെയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. സാറേ ഇത് പറ്റുമോ, എന്താണ് ഇനി പാസ്സാവാതെ എന്നോട് പഠിച്ചാൽ പറ്റുമോ? കാരണം ഇപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി 2019 സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പല സ്ഥലങ്ങളായിട്ട് മാറിപ്പോയി. ഇത് പറഞ്ഞപ്പോൾ തന്നെ വേറെ പല സ്ഥലത്തോട്ട് മാറിപ്പോയി. സീരിയസ് ആയിട്ടിരുന്ന് പഠിച്ചിരുന്നെങ്കിൽ ഒരു 1-2 വർഷം മുമ്പേ ക്ലിയർ ചെയ്ത് പോകേണ്ട ഒരാളാണ്, അത്രയും ടാലന്റുള്ള ഒരാളാണ്. പക്ഷെ അവിടെ നമ്മുടെ മുമ്പിൽ വന്നിരുന്നിട്ട് സാറേ എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിൽ ഇരുന്ന ഒരാൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പലപ്പോഴും എന്താ പറയുക, ഈ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് അനേകിന്റെ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അനേകിന്റെ പ്രിപ്പറേഷൻ ജേണിയിൽ SSC മലയാളി, ഞാൻ ഒരിക്കലും പറയുന്നില്ല SSC മലയാളിയിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ SSC മലയാളിയാണ് അനേകിനെ പഠിപ്പിച്ച് ഒരു GST ഇൻസ്പെക്ടർ ആക്കി ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ അനേകിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എന്തായാലും ഇവിടെ മെയിൻ ആയിട്ട് ഇവിടുന്ന് അനേകിന്റെ ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ മെയിൻ ആയിട്ട് കിട്ടിയ ആ ഒരു അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരുന്നു? SSC മലയാളി എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് ലൈഫ് ചേഞ്ചിങ് ആണ്. ഫ്രം മൈ ഹാർട്ട് ഞാനത് പറയും, വിത്ത് ഓൾ സിൻസിയറിറ്റി. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു 2021 ശേഷം ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു. പിന്നെ നമുക്ക് പഠിക്കാനും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒന്നും അല്ലായിരുന്നു. നമ്മളൊരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺഹെൽത്തി. ഫ്രണ്ട് വേസ്റ്റ് ചെയ്യട്ടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ വെറുതെ കാണുന്ന കളയുക, പിന്നെ സീരീസൊക്കെ രാത്രി കാണുക, വെറുതെ കുറെ ഫുട്ബോൾ കളിയൊക്കെ കണ്ട് ഇറ്റാലിയൻ ഒരു ഇറ്റാലിയൻ ലീഗൊക്കെ വരെ കാണുന്ന ഒരു ഫുട്ബോൾ പ്രേമി എന്നൊക്കെ പറയില്ലേ. രാത്രി 5 മണിക്കൊക്കെ ഞാൻ കിടന്നുറങ്ങാൻ പോകുമ്പോൾ അമ്മ രാവിലെ നീറ്റ് വരിക. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ അവിടുന്ന് ഒരു കംബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 9 to 5 റെഗുലർ ഇതൊന്നും എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് തന്നെ ക്ലാസ്സിൽ 9 to 5 ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്നാണ് തുടങ്ങുന്നത്. 9 to 5 ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളത് ഭയങ്കര ദൃഢപ്രതിജ്ഞയിൽ ഡിറ്റർമിൻ ചെയ്ത് വന്നു.
പ്രിപ്പറേഷന് വേണ്ടിയിട്ട് 4 സബ്ജക്റ്റിന് 4 നോട്ട് വാങ്ങി. കോളേജിൽ നിന്ന് തൊട്ടേ ഒരു നോട്ടൊക്കെ ഉണ്ടാവുള്ളൂ. 4 മാത്സിനും റീസണിങ്ങിനും ഇംഗ്ലീഷിനും ജി കെക്കും ഓരോ സെപ്പറേറ്റ് നോട്ടൊക്കെ വാങ്ങി ശരിക്കും ഞാനൊരു 5ാം ക്ലാസ് സ്കൂൾ കുട്ടി വരുന്ന പോലെയാണ് SC മലയാളിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കയറണം എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയുണ്ട്. പിന്നെ ഒരു കോൺഫിഡൻസ് കുറവും ഉണ്ടായിരുന്നു. പിന്നെ അത് ഒരു ഗ്രാജുവലി ഇവിടെ വന്ന് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസ് അപ്പാവാൻ തുടങ്ങി, ആ ഒരു റുട്ടീൻ ആവാൻ തുടങ്ങി. പിന്നെ അതൊരു ആ കോൺഫിഡൻസ് അപ്പാവാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് കുറെ ശബ്ദ സാർ ഉണ്ടായിരുന്നു, നിഷാദ് സാർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളൊക്കെ സെയിം ഏജ് ആണ്. പക്ഷെ അവർ എന്നെക്കാട്ടും ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ കൂടുതൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. സാറ് 2 ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തു, റിട്ടയർ ചെയ്തു, ഒരു സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. അപ്പം ഞാനും ആ പ്രായത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ ഇവർ ഇനീഷ്യൽ സ്റ്റേജിലായിരുന്നു, നമ്മൾ ബാച്ച് 1 ആണ്. അപ്പോൾ ഇവർ ഇനീഷ്യൽ സ്റ്റേജിൽ ഇവർ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രയത്നിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. സാറ് രാത്രി 12 മണിക്കൊക്കെയാണ് ഇവിടുന്ന് കഴിഞ്ഞിട്ട് പോലെ, ക്ലാസ് അല്ല അല്ലാണ്ട് ഒരുപാട് വർക്ക്സ് ഉണ്ടാവും. അപ്പം അതുവരെയൊക്കെ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മളും ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ ഇതുപോലെ ഒന്നും എഫേർട്ടൊന്നും ഇടുന്നില്ല, അങ്ങനെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷെഡ്യൂളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അങ്ങോട്ട് 1 ഇയർ ഡിസിപ്ലിൻ, ഫുൾ ഡിസിപ്ലിൻ. അല്ല, എനിക്കത് ഇപ്പോഴും പറയാനുണ്ട് മറ്റേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 10 കിലോ അല്ലേ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഈ ഫിസിക്കൽ കാര്യത്തിലായാലും വൈകുന്നേരം ഓടാൻ പോവുക, രാവിലെ ജിമ്മിൽ പോവുക. പിന്നെ ഒരു മറ്റു ആദ്യം പറഞ്ഞ പോലെ ലൈഫിൽ നിന്ന് മാറി നമ്മൾ ആദ്യത്തിൽ വേണ്ടെന്നുള്ള ലൈഫ് ഡിസിപ്ലിൻ ആവാന്നുള്ളത്, വെറുതെ പോലെ GK ഇംഗ്ലീഷ് മാത്സ് എന്നുള്ളത് പഠിക്കുക എന്നുള്ളതിനപ്പുറത്തും നമ്മുടെ ഒരു ലൈഫ് ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, അതാണ് മറ്റു ആദ്യം ചെയ്തത്. അത് അൺഹെൽത്തി ഫുഡ് കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പൊ ഈ ഒരു കാണുന്ന പോലെ ആയിരുന്നില്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ജോയിൻ ചെയ്ത സമയത്ത്, ഇതിനേക്കാൾ ഒരു വേറൊരു കൊലത്തിലായിരുന്നു. പക്ഷെ അത് ഒരുപാട് മാറും. അത് പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ മറ്റേ ഈ ഒരു SSC പ്രിപ്പറേഷൻ ജേണിയിൽ കൂടെയുള്ള കുട്ടികൾ ഒരുപാട്, നിങ്ങളെ ഒരു ഗ്രൂപ്പ് ഫസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ നമുക്കും ഏറ്റവും ഒരു പ്രിയപ്പെട്ട ഒരു ബാച്ചാണ് SSC മലയാളിന്റെ ആദ്യത്തെ ഓഫ്ലൈൻ ബാച്ചാണ്. ഒരുപാട് കുട്ടികൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ക്ലിയർ ചെയ്യാതെ പോയ ഒരുപാട് കുട്ടികൾ വേറെ ഉണ്ട്. എന്നാലും ആ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് ഈ ഒരു പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ, ഞാൻ കാണാറുണ്ട് ഡെയിലി നിങ്ങൾ അവിടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതും മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു, ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുന്നതൊക്കെ, അതിൽ ഒരുപാട് പേര് ക്ലിയർ ചെയ്ത് നമ്മൾ കണ്ടു. അപ്പൊ ആ ഒരു ഗ്രൂപ്പൊക്കെ എങ്ങനെയായിരുന്നു ആ ഗ്രൂപ്പിനെ ഇവിടെ കളിയാക്കിയിട്ട് ഒരു പേരൊക്കെ വിളിക്കും, പവർ ഗ്രൂപ്പ് എന്നൊക്കെ വിളിക്കായിരുന്നു. പവർ ഗ്രൂപ്പ് ഒന്നുമില്ല, ഞാനുണ്ട്, ശ്രീഹരി ഉണ്ട്, ശ്രീനന്ദു ഇപ്പി ഉണ്ട്, വൈഷ്ണവ് എസ് പിള്ളെ, വൈഷ്ണവ് അൾട്ര, മനു, ആദർശ് മനോഹരൻ, പിന്നെ ഞാൻ, അല്ലാണ്ട് കുറച്ച് ആൾക്കാർ, കുറച്ച് ബാച്ച് 1 കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട്. ലൈക്ക് നമ്മളൊരു എന്താ പറയുക, ഒരു മിഷന് വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു വാർ സോണിൽ ഒരു പട്ടാളക്കാർ എങ്ങനെയാണ് പോകുന്നത്, അതേപോലെ ഒരു മിഷന് വേണ്ടിയിട്ട് ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു ഞങ്ങൾ ആ സമയത്ത്. മീൻസ് ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഗ്രൂപ്പാണ് എന്താ പറയുക സക്സസിന് മെയിൻ റീസൺ. ഒരു എന്താ പറയുക ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു, എക്സാമിന് വേണ്ടിയിട്ട് ഭയങ്കര ഫോക്കസ്ഡ്, വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല. ഞങ്ങൾ രാവിലെ വരും, 9 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, മോക്കാണെങ്കിൽ മോക്കെടുക്കും, അത് കഴിഞ്ഞാൽ അനലൈസ് ചെയ്യും 1 അവർ, പിന്നെ നൂണ് കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കും, അത് കഴിഞ്ഞ് ഞങ്ങൾ മോക്ക് കഴിഞ്ഞാൽ പിന്നെ GK ഇംഗ്ലീഷ് ഡിസ്കഷൻ, അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു 5-6 മണിയാകുമ്പോൾ നമ്മൾ വർക്കൗട്ടും പോകും. അപ്പോൾ വർക്കൗട്ട് ചെയ്യും, അതും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 7-7:30 ആകുമ്പോൾ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പിന്നെയും എന്തെങ്കിലും കുറച്ച് GK അല്ലെങ്കിൽ ഇംഗ്ലീഷോ നോക്കും. അത് കഴിഞ്ഞ് പിന്നെ SSC മലയാളിൻ്റെ യൂഷ്വൽ ക്യൂസ് ഉണ്ടാവും 9 മണിക്ക്. അതാണ് ഏറ്റവും അതിൻ്റെ ഹൈലൈറ്റ്. നമ്മളെ ക്യൂസ് ടെലഗ്രാമിന്റെ ക്യൂസ് ആയിരുന്നു. അതായിരുന്നു ശരിക്കും നമ്മളെ എന്താ പറയാ, നമുക്ക് വേറെ അങ്ങനെ ഒരു എന്താ പറയാ എക്സ്റ്റേണൽ ആയിട്ട് ഒരു റിസോഴ്സസിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് SSC മലയാളിന്റെ ക്യൂസ് ഉണ്ടാവും രാത്രി 9 മണിക്ക്. അതിൽ തന്നെ നമുക്ക് എല്ലാ റിവിഷനും കഴിയും. പിന്നെ റിവിഷന് വേണ്ടിയിട്ട് വേറെ സമയം ചെലവാക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും ക്രാഷിന്റെ. സോ SSC മലയാളി ഒരു കമ്പൈൻഡ് പാക്കേജ് ആയിരുന്നു. ഞാൻ ശരിക്കും ഇവിടെ വന്നാൽ മതി, എനിക്ക് വേറെ ഞാൻ സ്വന്തമായിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ വരുന്നു, ഇവിടുത്തെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ ടയർ 1 കഴിഞ്ഞാൽ ടയർ 1 ക്രാഷ് കോഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് വരുന്നു, അതിന് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നു, മോക്ക് ചെയ്യുന്നു. പല ആളുകൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന അവരുടെ സ്ട്രാറ്റജി ആയിരുന്നു. ഈ ഗ്രൂപ്പ് സ്റ്റഡി എത്രത്തോളം ഇതിൽ എഫക്റ്റീവ് ആയിരുന്നു? ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കേണ്ട കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. മാത്സിൽ എനിക്ക് പേഴ്സണലി തോന്നിയ മാത്സിന്റെ കുറച്ച് സബ്ജക്ട്സ് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും. ഒരു ലെവലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോർട്ട് കട്ടിലേക്ക് വരണമെങ്കിൽ ഗ്രൂപ്പ് വേണം, സ്ട്രാറ്റജി വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ GK ഇംഗ്ലീഷൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനാണ് ഇറ്റ്സ് ബോറിങ്, ഭയങ്കര ബോറിംഗ് ആണ്. ഓക്കെ സോ അത് ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ചില ഐഡിയാസ് പറയാനുണ്ടാവും. ഇപ്പോൾ ഓരോ ഇഡിയംസ് ഒക്കെ പറയുമ്പോൾ, ഇപ്പോൾ ബോബ്സ് അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വീകരിക്കുക അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തരാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങളൊക്കെ അറിയായിരുന്നു. അപ്പോൾ അത് കാച്ചിങ് സംഭവം മനസ്സിലാകാൻ നിൽക്കും. ലൈക്ക് ഒരു ഡിഫിക്കൽട്ട് ഇഡിയംസ് കാര്യങ്ങളൊക്കെ നിൽക്കുമായിരുന്നു, നമ്മളെ മൈൻഡിൽ നിൽക്കുമായിരുന്നു.
അപ്പൊ ഗ്രൂപ്പ് സ്റ്റഡി എപ്പോഴും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഗ്രൂപ്പ് തന്നെയല്ലേ? സ്റ്റഡി വളരെ എഫക്റ്റീവ് ആണ്. അത് SC മലയാളിയില് സാറ് തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത്. അതുകൊണ്ട് ഞാൻ സാറിന് പ്രത്യേകം താങ്ക്സ് ഞാൻ പറയും. കാരണം ആ ഗ്രൂപ്പ് സ്റ്റഡി മാത്സിലും ഡിസ്കഷനും ഒക്കെ നമുക്ക് ടയറോണിനും ക്രാഷിനൊക്കെ ഗ്രൂപ്പ് സ്റ്റഡിയാണ് ശരിക്കും ഇതിന്റെ ഒരു ശരിയാ. നമ്മൾ tier 2 ഒരു സമയത്ത് ഒരു ക്ലാസ്സുകൾ yes. ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വെറും ഡിസ്കഷൻ മാത്രം. ഡിസ്കഷൻ, രാവിലെ മാത്സിന്റെ ഡിസ്കഷൻ, Discussion, ഇംഗ്ലീഷ്, yes, yes, yes. GK ഒരു 2 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ്. Yes, yes. ഓക്കെ. പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാം, ഈ ടോപ്പിക്കിലോട്ട് വരികയാണ്. ഒരു ടോപ്പിക് ഇപ്പൊ മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, GK ഇങ്ങനെ ഒരു ടോപ്പിക്കിലോട്ട് വരികയാണെങ്കിൽ ഈ മാത്സ് എങ്ങനെയാണ് അനേക ഓൾറെഡി പറഞ്ഞു, ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് മാത്സ് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നാലും എങ്ങനെയായിരുന്നു മാത്സ് നമ്മൾ പഠിത്ത എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു മാത്സ് അല്ലല്ലോ ഇവിടെ വരുന്നത്, 10ാം ക്ലാസ്സിലെ ലെവലിലുള്ള മാത്സ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മാത്സിലോട്ട് വരുമ്പോൾ ഏതൊക്കെ ബുക്കുകളാണ്, എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന്? മാത്സ് ബുക്സ് ഹെൽപ്പ് ചെയ്തെന്ന് പറയാന് ലൈക്ക് ഞാൻ പറയാം, SSC മലയാളിയുടെ മെറ്റീരിയലാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. SSC മലയാളം മെറ്റീരിയലിൽ നമ്മൾക്ക് സാറ് റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ സാറ് പറഞ്ഞു തരുന്ന ഷോർട്ട് കട്ട്സ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ ബുക്കിൽ ഉള്ള മെത്തേഡ് അല്ലാതെ സാറ് ക്ലാസ്സിൽ എന്താണോ ഷോർട്ട് കട്ട് പറഞ്ഞത് അത് വെച്ചിട്ട് നമ്മളത് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും കുറേ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 10,000 ക്വസ്റ്റ്യൻ ഒക്കെ ഉള്ള ഒരു ബുക്കുകളൊക്കെ ഉണ്ട്, കിരൺസിന്റെ ബുക്ക് ഉണ്ട്, പിന്നാക്കളുടെ ബുക്ക് ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ സാറ് പറയുന്ന അതേ മെത്തേഡിൽ ചെയ്യാം. അതിലെ സൊല്യൂഷൻ ഭയങ്കര ലെങ്തിക്കായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു എഫക്റ്റീവ് ആയിട്ട് തോന്നി. പല കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒരു ബുക്ക് ഫോളോ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാം. പക്ഷെ നമ്മൾ പല യൂട്യൂബ് വീഡിയോസിലും പല നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടുന്ന ആ ഒരു ഷോർട്ട് കട്ട് നമ്മൾ ക്ലാസ്സിൽ നിന്ന് മറന്നു പോകും. എന്നിട്ട് ബുക്ക് എടുത്ത് ചെയ്യുമ്പോൾ അതിൽ സൊല്യൂഷൻ ഫോളോ ചെയ്യും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചെറിയ സിമ്പിൾ ആയിട്ട് 2 സ്റ്റെപ്പിൽ ചെയ്യേണ്ട ആൻസർ ഒക്കെ വലിയൊരു എസ്സേ പോലെ ബുക്കിലൊക്കെ എഴുതി പോകും. അപ്പൊ അത് ഒരു അവോയ്ഡ് ചെയ്യാം. മെയിൻ ആയിട്ട് നമ്മളെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം അത് പോകാൻ, അല്ലെ? അപ്പൊ അങ്ങനെ പലയിടത്തും അപ്പൊ ക്ലാസ് എടുക്കുന്ന സാർമാരായാലും യൂട്യൂബ് വീഡിയോസ് ആയാലും ഒരുപാട് അങ്ങനെ ഹെൽപ്ഫുൾ ചെയ്തു. എനിക്ക് ആസ്പിറൻസിനോട് തന്നെ പറയാനുള്ളത്, മാത്സ് നമ്മൾ ഫോളോ ചെയ്യണം, നമ്മളെ ക്ലാസ്സിൽ സാറുമാർ പറയുന്ന മെത്തേഡ്സ് ഫോളോ ചെയ്യാം. വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ബുക്സ്, ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിട്ട് മാത്രം ബുക്സ്, പിന്നെ ബാക്കി മോക്ക് വെച്ച് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതിനെ പ്രത്യേക ഒരു ബുക്കൊന്നും ഞാൻ മാക്സിമം വാങ്ങിയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഓൾറെഡി ഒരു ഏറ്റവും ടഫാന്ന് തോന്നിയ സബ്ജക്ട് ഏതായിരുന്നു സ്റ്റാർട്ടിങ് സമയത്തും? GK തന്നെയായിരുന്നു. പക്ഷെ GK എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു മാർക്ക് എല്ലാ പരീക്ഷയും സ്ഥിരമായിട്ട് ഞാൻ സ്കോർ ചെയ്ത് കണ്ടിട്ട്. എങ്ങനെയാണ് ആ ഒരു ടഫായ സബ്ജക്ട് ഇത്രയും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് സംഭവം? GK ശരിക്കും ഞാൻ അവിടെ വരുമ്പോൾ GK ഞാൻ ആദ്യമായിട്ടുള്ള ഇത് സാറിനെ കാണുമ്പോൾ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് GK ഞാൻ 4-5 ക്വസ്റ്റ്യനെ സാറേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് തന്നെയാണ് എൻ്റെ ശരിക്കും എൻ്റെ വില്ലൻ എന്ന് പറഞ്ഞാൽ GK തന്നെയായിരുന്നു. അപ്പോൾ അത് ഒരു സ്ട്രോങ് പോയിന്റ് ആക്കി എടുക്കുക, അല്ലാതെ എനിക്ക് SSC ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് ഷുവർ. GK ഒരു റാങ്ക് ഡിറ്റർമിനിങ് ഫാക്ടറാണ് ടയർ 2-ന്. കാരണം ബാക്കി എല്ലാവരും ഒരു എന്താ പറയുക, നമുക്ക് സ്കോർ എന്താ പറയുക ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ GK-ൽ. അപ്പോൾ GK ഒരു ഫാക്ടറായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നു, പിന്നെ SSC മലയാളിൻ്റെ പ്രീവിയസ് ഇയർ മെറ്റീരിയൽ ഉണ്ടായിരുന്നു, നമ്മുടെ സൂര്യമണം ചെയ്ത ഒരു GK-ൻ്റെ സ്ലൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവിടെ GK-ൻ്റെ ക്യൂസ് ഉണ്ടായിരുന്നു, ക്ലാസ്സിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ക്യൂസ് പ്രോഗ്രാംസ് എല്ലാത്തിനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂസിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. ക്യൂസിൽ എന്തൊക്കെ ടോപ്പിക്സ് സാർ ആദ്യം പറയുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ എന്താ പറയുക, ആ ഒരു പാറ്റേൺ അങ്ങ് പോയി. ആ റെഗുലർ സ്റ്റഡി ഇവിടുത്തെ ആ ഒരു GK എങ്ങനെ പർമാറിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ലെക്ചേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ബുക്ക് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു? നോട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നു. പല ആളുകൾ അങ്ങനെ തന്നെ. ചിലപ്പോൾ ഞാനായാലും പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായാലും ഒരു ബുക്കൊന്നും കാര്യങ്ങൾ നോക്കിയിട്ട് പഠിച്ചിട്ടുണ്ടായില്ല. നമുക്കിവിടെ 100% നമുക്ക് കിട്ടും. നമ്മുടെ അത് പഠിക്കുന്നതിനനുസരിച്ച് ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്ന 3 സബ്ജക്റ്റ് ആണ് മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്. GK അതുപോലെ ഇമ്പ്രൂവ് ആവണമെന്നില്ല. പക്ഷെ എന്നാലും അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ആയിട്ട് പഠിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയാണെന്നല്ല. പിന്നെ സമയം ഉണ്ടെങ്കിൽ കുറച്ച് വൈഡ് ആയിട്ട് പോകാം. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഇതിൽ റീസണിങ് എനിക്ക് തോന്നുന്നു പല ആളുകൾ അങ്ങനെ അധികം ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു ഏരിയ ആണ് റീസണിങ്. എന്നാൽ റീസണിങ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയത് ഇല്ല. റീസണിങ് ഞാൻ മോക്ക് ചെയ്തിട്ട് ഒന്നുകിൽ സെക്ഷനിൽ ചെയ്യും, അല്ലെങ്കിൽ ഫുൾ മോക്കിൽ കൂടെ പഠിക്കുക. അല്ലാണ്ട് റീസണിങ് ഞാൻ സ്പെഷ്യൽ ടൈം കൊടുത്തിട്ടില്ല. അക്ഷയ് സാറിന്റെ ക്ലാസ്സുകളൊക്കെ അക്ഷയ് സാറിന്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതിൽ ഡൈസിന്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഡൈസിന്റെ കുറെ പുതിയ കൺസെപ്റ്റുകളൊക്കെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ക്ലാസ്. പിന്നെ SSC മലയാളിന്റെ അതിന് മുന്നേ ഞാൻ കുറെ മറ്റേ ഡൈസിന്റെ 1, 2, 3 ക്ലോക്ക് വൈസ് റൂള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ A=C കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഷോർട്ട് കട്ട് ട്രിക്സ് SSC മലയാളിന്റെ. ശരിക്കും SSC മലയാളി കമ്മ്യൂണിറ്റി ഞാൻ 2019 തൊട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഫ്രീ ക്ലാസ്സുകളൊക്കെ കാണാറുണ്ടായിരുന്നു. റഷീദ് സാറിന്റെ എല്ലാവരും ഫ്രീ ക്ലാസ്സുകൾ കാണാറുണ്ട്. ഷോർട്ട് ട്രിക്സിന്റെ വീഡിയോ ഒക്കെ അന്ന് യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഇംഗ്ലീഷിനാണെങ്കിൽ
ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിച്ചത് 10th വരെ. അപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് വലിയൊരു കോൺഫിഡൻസ് കുറവില്ല. ഇംഗ്ലീഷ് അല്ല എന്നാലും ഈ കോൺഫിഡൻസ് vocabulary പറഞ്ഞ പോലെ ഈ one word idioms ഇതൊന്നും നമ്മളങ്ങനെ ഒരു നോർമലായിട്ട് യൂസ് നോർമലായിട്ട് ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്നല്ല. ബട്ട് എന്താ പറയുക, അത് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ SC മലയാളിയിൽ വന്ന് ഡിസ്കഷൻ വൊക്കാബ് ഡിസ്കഷനിലൂടെ ഒക്കെ ഇങ്ങനെ കിട്ടിയ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് അല്ലേ, പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് ഉണ്ട്. ലൈക്ക് പിന്നെ അല്ലാണ്ട് സാറ് ക്രാഷിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മൾ ഡിസ്കസ് ചെയ്യാലോ. കൃത്യമായിട്ട് നമ്മൾ ബ്ലാക്ക് ബുക്കിൽ ഒരു പിന്നെ ഡെയിലി ക്യൂസിന് വേണ്ടിയിട്ട് സാറ് ഇത് ഇടുമായിരുന്നല്ലോ, ഒരു 10 പേജ്. ശരിക്കും ഞാൻ ബ്ലാക്ക് ബുക്ക് വാങ്ങിയിട്ടില്ല ഇതുവരെ, പക്ഷെ ബ്ലാക്ക് ബുക്ക് എനിക്ക് കാണപ്പാടായി. അത് സത്യം പറഞ്ഞാൽ സാർ ഒരു 10 പേജ് എല്ലാ ദിവസവും ക്യൂസിന് വേണ്ടിയിട്ട് ഇടുമായിരുന്നു. അപ്പൊ അത് പഠിക്കായിരുന്നു. അങ്ങനെയാണ്. പിന്നെ ഈ പ്രിപ്പറേഷനിൽ മോക്ക് ടെസ്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? മോക്ക് ടെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഡെയിലി ഒരു മോക്ക് മസ്റ്റ് ആണ്. ഒരാൾ ഇങ്ങനെ പഠിച്ചിങ്ങനെ പോകും മോക്ക് ടെസ്റ്റ് ചെയ്യാത്ത ആളുകൾ. മോക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, പക്ഷെ ശരിക്കും നമ്മളൊരു വാർഫീൽഡിലേക്കാണ് പോകുന്നത്. പക്ഷെ വാറിന് ഒരു ഡെമോ നമ്മളിത് ചെയ്യുന്നില്ല. തിയറിയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പക്ഷെ കാര്യമില്ല. എത്ര സ്റ്റാർട്ടിങ്ങിൽ, അതായത് എക്സാം അടുപ്പിച്ച് എല്ലാവരും എന്തായാലും ഒരുപാട് മോക്ക് ടെസ്റ്റ് ചെയ്യും. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ അവർ 2023 ഡിസംബറിലാണ് ജോലി. ആ ഒരു സമയത്തൊക്കെ ഡെയിലി എത്ര മോക്ക് ചെയ്യും? ഡെയിലി 1 മോക്കൊക്കെ ആ സമയത്ത് ഒരു മോക്ക് എന്തായാലും ചെയ്യായിരുന്നു. സാറ്റർഡേ സൺഡേ 2 മോക്ക് ചെയ്യായിരുന്നു. പിന്നെ എക്സാമിന് അടുപ്പിച്ചിട്ട് 5 to 6 മോക്സ് ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. അതായത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 100-200+ മോക്സ് ഒക്കെ എന്തായാലും ചെയ്തിട്ടുണ്ടാവും. ടയർ 2ന് ലൈക്ക് 1 ഡേ ടയർ 2 തന്നെ 2 hour 15 minutes ഉണ്ട് ഒരു മോക്ക്. അപ്പൊ ഒരു ദിവസം എന്റെ റെക്കോർഡ് എന്ന് പറഞ്ഞാല് 3 മോക്ക് 4 സെക്ഷനിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എക്സാം അടുപ്പിച്ചിട്ട്. അതൊരു വാശിക്ക് ചെയ്താ ചെയ്യാൻ പറ്റുമോ വേണ്ടിട്ട്. മോക്ക് ടെസ്റ്റ് റെഫർ ചെയ്യാൻ പറ്റിയ നല്ല പ്ലാറ്റ്ഫോമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ആസ്പിറൻസിനോട് പറയുകയാണെങ്കിൽ 3 മോക്ക് ടെസ്റ്റിന്റെ ആപ്പ് എന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഒന്ന് ഒലീവ് ബോർഡാണ്, ഒന്ന് ടെക്സ്റ്റ് ബുക്കാണ്, ഒന്ന് RB ആണ്. ആ 3 വെറൈറ്റി ആണ്. ലൈക്ക് നമുക്ക് SSC ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇടാന്ന് പറയാൻ പറ്റില്ല. 3 വെറൈറ്റി ആയതുകൊണ്ട് 3 എണ്ണത്തിന് നമ്മൾ ഒരേ മാർക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നിൽ കുറഞ്ഞു ഒന്നിൽ കൂടി. പിന്നെ ഈ Tier 1 കഴിഞ്ഞ് Tier 2 വരുമ്പോൾ UPSC പോലെ ഒന്നും അല്ല. UPSC പ്രിലിംസ് വേറെ, മെയിൻസ് വേറെ, അങ്ങനെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷെ SSC നമ്മൾ നോക്കുമ്പോൾ അത് പ്രിലിംസും മെയിൻസും ഓൾമോസ്റ്റ് സെയിം ആണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ മാത്രമേ വ്യത്യാസമുള്ളൂ. ചില ടോപ്പിക്കുകൾ എക്സ്ട്രാ വരുന്നുണ്ട്, പിന്നെ കമ്പ്യൂട്ടർ അവയർനെസ് വരുന്നുണ്ട്, ടൈപ്പിംഗ്. അപ്പൊ ഈ പ്രിലിംസിൽ നിന്ന് മെയിൻസിലോട്ട് എത്തുമ്പോൾ പ്രിപ്പറേഷനിൽ എന്ത് മാറ്റാണ് അതിനെ കൊണ്ടുവന്നത് മെയിൻ ആയിട്ട്? പ്രിലിംസിൽ നമ്മൾ ടോപ്പിക്സ് ഒക്കെ മെയിൻസിലുള്ള കുറെ 90% കവർ ആയി കഴിയും. ഇനി പിന്നെ എക്സ്ട്രാ നമ്മൾ പഠിക്കാനുള്ള പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ക്രിട്ടിക്കൽ റീസണിംഗ് ഉണ്ട്, പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇനീക്വാലിറ്റി. റീസണിംഗിലെ കുറച്ച് ബാങ്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അത് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്. പിന്നെ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കുമായിരുന്നു. കമ്പ്യൂട്ടർ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത പഠിക്കല്. പിന്നെ ടൈപ്പിംഗ് ഒരു ഞാൻ CHSL പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു 40-45 വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡിൽ എത്തി കഴിഞ്ഞു. പിന്നെ ടൈപ്പിംഗ് അധികം പ്രിപ്പയർ ചെയ്തിട്ടില്ല. ലൈക്ക് ടയർ 2 ശരിക്കും വേറെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആണ്. കാരണം ഞാനത് ടയർ 2 ഒരു 3 months മുന്നേ ആണ് ശരിക്കും ആദ്യമായിട്ട് ടയർ 2 നോക്ക് ചെയ്തത്. അപ്പോൾ അന്ന് യെസ് അത് എന്ന് വെച്ചാല് മാത്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ മനസ്സിലാവുന്നത്. കാരണം ഞാൻ മാത്സിന് അധികം ഇമ്പോർട്ടൻസ്, ഞാൻ ടയർ 1 മുന്നേ GK ആണ് വീക്ക്, അതുകൊണ്ട് GK-ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. മാത്സിന്റെ ഇമ്പോർട്ടൻസ് ടയർ 2 സിലബസ് സെയിം ആണെങ്കിലും സെക്ഷണൽ ടൈമിംഗ് ആണ്. 60 മിനിറ്റ്സിൽ 60 ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഒരു എബവ് ആവറേജ് ടഫ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ മാത്സ് ടഫ്. ഓക്കെ, അപ്പോൾ അതിന്റെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ വരാൻ പോകുന്ന കുട്ടികൾ പല ആളും പറയുന്നത് SSC എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, കട്ട് ഓഫ് കൂടുകയാണ്, ബുദ്ധിമുട്ടാണ്, ഇനി ഇങ്ങോട്ട് വരണോ എന്നൊക്കെ വെച്ച് ഇവരെ നെഗറ്റീവ് അടിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഡിഗ്രി ഈ വർഷം മാസങ്ങളിൽ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന കുട്ടികളുണ്ട് അടുത്ത വർഷങ്ങളിലേക്ക് പഠിക്കാൻ പറ്റും. ഈ കുട്ടികളോടൊക്കെ എന്തൊരു കഴിഞ്ഞ ഒരു കുറച്ച് 4-5 വർഷമായിട്ട് ഈ ഫീൽഡിൽ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് ഈ കുട്ടികൾ കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ലൈക്ക് നമ്മള് ഈസി ആണോ ഇത് ക്രാക്ക് ചെയ്യാൻ? ഈസി എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇത് ഈസിയാണ്. റൈറ്റ് ഡയറക്ഷനിൽ എത്തുക എന്നുള്ള ലൈക്ക് നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഐ പ്രിഫർ SSC മലയാളി. അപ്പോൾ അങ്ങനെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ നമ്മൾ റൈറ്റ് ഡയറക്ഷനിൽ എത്തും. ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ആംബിയൻസ്, അറ്റ്മോസ്ഫിയർ ഒക്കെ അങ്ങനെയാണ്. സോ സെൽഫ് പ്രിപ്പറേഷൻ അതിൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന സെൽഫ് പ്രിപ്പറേഷൻ എനിക്ക് ഇതുവരെ വർക്കായിട്ടില്ല. 2-3 കൊല്ലമൊക്കെ ഞാൻ സെൽഫ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ നമ്മളൊരു റൈറ്റ് ഡയറക്ഷനിൽ എത്തുന്ന നമ്മളെ SSC മലയാളി പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുക. ലൈക്ക് അവിടുത്തെ ക്ലാസ്സസ് ഒക്കെ റെഗുലർ ഫോളോ ചെയ്യുക. സോ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ എന്ന് ഞാൻ പറയും. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും അഡ്വൈസ് കാര്യങ്ങളുണ്ട്? വേറെ എന്താണ് നമ്മുടെ മൈൻഡാണ്. സത്യം പറഞ്ഞാൽ മൈൻഡ് സെറ്റ് മാതിരി ഉണ്ടാവും. ലൈക്ക് ചിലപ്പോൾ നല്ലോണം പഠിച്ചിട്ട് ചിലപ്പോൾ ഒരു അൺഫോർച്ചുനേറ്റ്ലി
അങ്ങനെ മിസ്സായ ഒരുപാട് മിസ്സായ പേരുണ്ട്. പേര്. പക്ഷെ അപ്പൊ നമ്മള് അവിടെയൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ എങ്ങനെ പറ്റൂ. എക്സാം എഴുതുന്നുള്ളത് Yes, ഇമ്പോർട്ടന്റ് ആണ്. yes. വെറുതെ കുറെ പഠിക്കുന്നുള്ളത് മാത്രമല്ല, Yes. എക്സാം എഴുതുമ്പോൾ ആ ഒരു ദിവസത്തെ ആ കാര്യം ആ ഒരു ദിവസം ആ നമ്മൾ ഒരു പ്രതീക്ഷ കുറെ ആളുകൾ day മുന്നിൽ റാങ്ക് ലിസ്റ്റിൽ വരാൻ yes, yes. അപ്പൊ ഏറ്റവും റൈറ്റ് ഡയറക്ഷനിൽ നല്ലൊരു മൈൻഡ് സെറ്റോട് നല്ലൊരു കൂടി മൈൻഡ് സെറ്റിൽ positive നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് മച്ചുവിന്റെ കാര്യത്തിൽ പറയാനുള്ളത് ഡിസിപ്ലിൻ ആവുക എന്നുള്ളതാണ്. നമ്മുടെ Yes. ലൈഫിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാം. നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഇത്രയും കാലം നമ്മുടെ ലൈഫ് എങ്ങനെയാണ് ജീവിച്ചത്, നമ്മൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ രാത്രി വൈകി കടന്നുറങ്ങുന്നു, അതൊന്നും ഓക്കെ, ചിലപ്പോൾ രാത്രി നിന്ന് പഠിക്കുന്ന, പക്ഷെ നമുക്ക് അതിലാണെങ്കിൽ ഒരു ഡിസിപ്ലിൻ വേണം. വെറുതെ സമയം കുറെ ലൈഫിൽ Yes, എന്തൊക്കെയോ yes. ചെയ്യുന്നതിന് പോകുന്നതിന് പകരം നമ്മൾ നമ്മുടെ ലൈഫിൽ വേസ്റ്റ് ആക്കുന്ന ഓരോ സമയത്തിലും നമുക്ക് എന്തിനാണ് നമ്മൾ കളഞ്ഞെന്നുള്ള കൃത്യമായിട്ടുള്ള ലാറ്റ് കളഞ്ഞാലും അളന്ന് കളയണം പറയുന്ന പോലെ നമ്മൾ എന്ത് സമയം കളയാണെങ്കിലും അതിപ്പോ പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ, അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയാണ് അങ്ങനെ, ഒരു ഡിസിപ്ലിൻ ലൈഫിൽ കൊണ്ടുവന്നാൽ തന്നെ കുറെ ഒരു Yes, മാറ്റം അതിലൊരു വരും. ചേഞ്ച് വരുന്നു. അപ്പൊ ഇനിയിപ്പോ റോസ്ഗർ മേളയാണ് വരാൻ പോകുന്നത്. Rosgar Mela. എന്നാണ് 24? 24th. 24th. ഓക്കെ. 24th അപ്പോയിന്റ്മെന്റ് കിട്ടും, അത് ഞാൻ ജോയിൻ ചെയ്യാം. യെസ്, ആ ഡേ തന്നെ അപ്പൊ ജോയിൻ within ചെയ്യാന്ന് 10 days കൊണ്ട് ജോയിൻ ചെയ്യാൻ ജോയിൻ പറ്റും ചെയ്യാം. അല്ലേ? വിത്തിൻ 2 weeks Join. ചെയ്യണം എന്നാണ് ഞാൻ പ്രിഫറബിളി അതിനെ പറ്റി തന്നെ ജോയിൻ ഇനിയിപ്പോ ചെയ്യണം. എന്താണ് അടുത്ത പ്ലാൻ? ഒന്നും കൂടി എഴുതി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ടോ, അതോ ഈ ഒരു ജോലി ഇപ്പൊ തിരുവനന്തപുരം കേരള സോൺ കിട്ടി കേരള സോണാണ് സാറ്റിസ്ഫൈഡ് ആണോ, അതോ ആസ് എ പേഴ്സൺ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു ജോബ് എംപ്ലോയിഡ് ആണ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു SSC ആസ്പിറന്റ് എന്നുള്ള രീതിയിൽ ലൈക്ക് 3290 റാങ്ക് അതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു എക്സാം ഇത് ചെയ്യണമെന്നുള്ള ഞാൻ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. CGL 2025 ഞാൻ അങ്ങോട്ട് കൊണ്ടിട്ട് അല്ലെ UPSC പോലത്തെ പരീക്ഷകൾ UPSC ഹയർ എക്സാംസിനോട് താല്പര്യമുണ്ട്. ഒരു 2 to 3 years ഒരു UPSC പോകണമെന്നുണ്ട്. അത് കഴിഞ്ഞൊരു 5-6 years കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്തിട്ട് ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാനൊക്കെ അങ്ങനെയൊക്കെ ഒരു അങ്ങനെയാണല്ലേ? ഓക്കെ. അപ്പോൾ അനേക് എന്തായാലും കൺഗ്രാറ്റ്സ്. Thank you, sir. നിങ്ങളുടെ നല്ലൊരു അച്ചീവ്മെന്റിന് കൺഗ്രാറ്റ്സ്. എന്തായാലും നല്ലൊരു ഇനി അങ്ങോട്ടുള്ള നല്ലൊരു ഔദ്യോഗിക ജീവിതം അല്ലെ, ഇനി അങ്ങോട്ട് ഇനിയിപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ റിസൈൻ ചെയ്തില്ലെങ്കിൽ ഒരു 60 വയസ്സ് വരെ ഒരു നല്ലൊരു എംപ്ലോയ്മെന്റ് ജീവിതമാണ്. നല്ല നിലക്ക് തന്നെ പോട്ടെ, നല്ല രീതിയിൽ നല്ല നിലയിൽ എത്തിച്ചേട്ടെ. താങ്ക് യു സാർ.